ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. അങ്ങനെ നമ്മുടെ മാർച്ച് 31 ഒരു ഇയർ എൻഡിങ്, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തീരുന്ന ഒരു സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ എല്ലാ ഓഫീസുകളും എല്ലായിടവും അങ്ങ് ഭയങ്കരമായിട്ട് തിരക്കായിരിക്കും. എല്ലാവരും അവരവരുടെ ബില്ലുകളെല്ലാം കയറ്റി വിടുന്നതിൻ്റെയും ബില്ലുകളൊക്കെ മാറിക്കൊടുക്കുന്നതിൻ്റെയും എല്ലാ ഓഫീസുകളും അങ്ങ് നല്ല ഭയങ്കര ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും ഒരു രക്ഷയില്ല. നമ്മുടെ കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും അങ്ങ് ബിസിയാണ്. അങ്ങനെ എല്ലാം കൊണ്ട് ഒരു നല്ല സമയമാണ്. ഇനിയിപ്പോൾ നമുക്ക് റംസാൻ്റെത്, പിന്നെ എല്ലായിടത്തും ഉത്സവം, പിന്നെ വിഷു വരുന്നു. എല്ലാം കൊണ്ടും കുറേ നല്ല ദിവസങ്ങളുടെ ഘോഷയാത്രയാണ്. ആളുകളെല്ലാവരും അങ്ങ് റംസാൻ ആഘോഷിക്കുന്നതിന് വേണ്ടുന്ന തിരക്കാണ്. കടകളിലും എല്ലായിടത്തും അതിൻ്റെ തിരക്ക് തുടങ്ങി. എനിക്ക് ഒരു അമ്പലത്തിൽ പോലും ഇപ്പം പോകാൻ പറ്റാതിരിക്കും. ഇവിടെ വരുമ്പോൾ അങ്ങ് സന്ധ്യയാവും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഓഫീസുകളെല്ലാം അങ്ങ് തിരക്കിലാണെന്ന്. നമ്മളും തിരക്കിലാണ്. കുറേ നല്ല പോസിറ്റീവും എല്ലാം ഉള്ള, നെഗറ്റീവും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്, നല്ല പോസിറ്റീവ് എല്ലാം ആയിട്ടുള്ള ഒരു സമയമാണ് ഈ മാർച്ച് മാസം. ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം നമുക്ക് വന്ന് ചേരുന്ന സമയം ആണ്. നമ്മുടെ ഓഫീസ് കാര്യങ്ങളായാലും വ്യക്തി ജീവിതത്തിലായാലും കുറേ മെച്ചമുള്ള ഒരു സമയം ആണ് ഈ മാർച്ച് മാസം. അങ്ങനെ ഇനി നാളെ കൂടാകുമ്പോൾ പിന്നെ അവധി വേണമെങ്കിൽ ചില ഓഫീസുകളിലൊക്കെ സൺഡേയും പിന്നെ മൺഡേയും അവധിയാണെങ്കിലും അതൊക്കെ വർക്കിംഗ് ഡേ ആക്കാനുള്ള ലക്ഷണം കാണുന്നുണ്ട്. ചിലപ്പോൾ അത് വർക്കിംഗ് ഡേ ആകും. പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പൊങ്കാലയാണ്. 29-30 തീയതി. ഇനി അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. എൻ്റെ പൊങ്കാലയുടെ, ഞങ്ങളുടെ അമ്പലത്തിലെ പൊങ്കാലയുടെ കാര്യം കൂട്ടുകാരെ ഞാൻ പറയുന്നത്. അതൊക്കെയാണ് ഒരു സന്തോഷം. പണ്ടൊന്നും ഞാൻ പൊങ്കാലയൊന്നും ഇടത്തില്ലായിരുന്നു. എനിക്ക് അത്രയ്ക്കുള്ള ഒരു പക്വത അന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം പൊങ്കാല ഇടാൻ ഞാൻ എക്സ്പേർട്ടാണ്. കുറേ നാളായിട്ട് ഇപ്പോൾ ഇടുന്നുണ്ട്. നമ്മളെ കുടുംബ ഐശ്വര്യത്തിനും എല്ലാത്തിനും വേണ്ടി ഒരു പ്രത്യേകതയാണ് നമ്മൾ പൊങ്കാല ഇടുമ്പം കിട്ടുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഇട്ടു, ഈ വർഷം ഇടണമെന്ന് എൻ്റെ മനസ്സ് അങ്ങനെ കൊതിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ പുത്രനെയാണ് ഞാനിതിന് സഹായിയായിട്ട്, എൻ്റെ മോനെയാണ് ഞാൻ കൂട്ടുന്നത്. അവൻ വരുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇത് അതിരാവിലെ, അത് കാരണം എന്നാലും ഞാൻ ഉന്തിത്തള്ളി കൊണ്ടുപോകും. നമുക്ക് ഒരു കൂടെ ഒരു സപ്പോർട്ടിന് സപ്പോർട്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സമാധാനമൊക്കെ കിട്ടത്തുള്ളൂ. നമുക്ക് ഈ സപ്പോർട്ടില്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചില ആളുകളാരും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. നമ്മളെ ഒറ്റയ്ക്ക് അങ്ങ് ആക്കാനായിട്ട് അങ്ങ് ശ്രമങ്ങൾ നടത്തും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ നാളിൻ്റെയൊക്കെ ഓരോ വിധികളാണ്. നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതും നമ്മുടെ ഒരു ഭാഗ്യമാണ്. നമ്മളെ നല്ല ആളുകളെയാണ് ചില ആളുകൾക്കൊന്നും അങ്ങ് തീരെ പിടിക്കാത്തത്. അതിൽ നമുക്ക് എന്താണെന്നറിയാമോ, അവരുടെ രീതിക്കനുസരിച്ച് നമ്മളാകാത്തത് കൊണ്ട് നമ്മളവിടെ ഒറ്റയ്ക്കാവും. അതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനാണ് വലിയ ആൾ, ഞാനാണ് വലിയ ആളെന്നുള്ള ചിന്ത വരുമ്പം കൂടെ ഇരിക്കുന്നവരെടുത്ത് യാതൊരു പരിഗണനയും തോന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയാണ്. അതിന് നമ്മൾ വിഷമിക്കണ്ട. അതിലൊരു തെറ്റുമില്ല. എല്ലാവർക്കും അവരവരുടേതായ ഒരു ഈഗോയും അവരവരാണ് വലിയ ക്യാമറ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പറയുന്നത് അംഗീകരിക്കാനും ഒരു കാര്യം പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുകൾ കാണും. അതിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇത് ഒരിടത്തല്ല ഉള്ള അനുഭവങ്ങൾ. ഒരുപാട് സ്ഥലങ്ങളിൽ, ഓരോ സ്ഥലങ്ങളിലും പല പല പ്രശ്നങ്ങളാണ്. ആ പല പല പ്രശ്നങ്ങൾ എല്ലാവരും ഒരു ന്യൂട്രലിലൂടെ അങ്ങനെ അങ്ങ് ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീന്തിപ്പോകും. അതാണ് സംഭവിക്കുന്നത്. എല്ലാവർക്കും ഓരോരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം കാണും. നമ്മൾ വിചാരിക്കും നമ്മളുടെ അടുത്ത് പലർക്കും പല കാര്യമായിരിക്കും, അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന്. പക്ഷേ ഇവരുടെ പുറമേയുള്ള ആറ്റിറ്റ്യൂഡായിരിക്കത്തില്ല ഇവരുടെ അകമയുള്ള ആറ്റിറ്റ്യൂഡ്. നമ്മളെ എങ്ങനെയെങ്കിലും മര്യാദ പഠിപ്പിക്കണമെന്നുള്ള ചിന്തയായിരിക്കും. അതിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല നല്ല ആറ്റിറ്റ്യൂഡ് വരണമെങ്കിൽ നല്ല നല്ല ചിന്തകളും നല്ല കാര്യങ്ങളുമൊക്കെ വേണം. നല്ല ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരോട്
നമ്മളെ കാണുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ്, ഇപ്പോൾ ബാക്കിൽ നിന്ന് വേറൊരു ആറ്റിറ്റ്യൂഡ് ആകുമ്പം ഒന്നും ശരിയാവത്തില്ല. നമ്മൾ ഒരു ന്യൂട്രലിലൂടെ ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് നീന്തി അങ്ങനെ അങ്ങ് പോകാനേ പറ്റൂ. ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും നമുക്ക് കണ്ട് കേട്ടും അറിയാം അവിടെ എല്ലായിടത്തും ഓരോരോ പ്രോബ്ലംസ് ആയിരിക്കുമെന്ന്. ചിലയിടത്ത് മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പമില്ലാതെ നല്ല സ്മൂത്തായിട്ട് അങ്ങ് പോകുന്നത്. അവരുടെ ചിന്താഗതികൾ ഒന്നായിരിക്കും. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ എല്ലാവരും ഓഫീസ്, ഇപ്പോൾ ഈ അടുത്തൊരു സമയത്ത് ഓഫീസെല്ലാം അടച്ചിട്ട് അവരങ്ങ് ഫുഡ് കഴിക്കാൻ പോയത്. അവിടെ ഒരാളെ ഞാൻ തിരക്കി ചെന്നപ്പോഴാണ് കണ്ടത്. അന്നേരം നമുക്കതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, അവിടെ അത്രയ്ക്ക് നല്ല ഐക്യതയുണ്ട്. ഐകമത്യം മഹാബലം എന്ന് നമ്മൾ മുമ്പ് പറയത്തില്ലേ, അത് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് ഒഴുക്കിനനുസരിച്ച് ഒരു ന്യൂട്രലിലൂടെ അങ്ങനെ അങ്ങ് പോകാനേ പറ്റൂ. കാരണം നമ്മൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാനും ഒന്നുമുള്ള ചിന്താഗതിക്കാരല്ല. ആളുകളെല്ലാം മാറിപ്പോയി. മാറ്റം മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ നമ്മൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ മനസ്സിലൊരു ചിന്ത വേണം. എന്നിട്ട് വേണം നമ്മൾ മാറേണ്ടുന്നത്. നമ്മൾ ഒരിക്കലും വന്ന വഴികൾ മറക്കാതെ ഒരു രീതിക്ക് അങ്ങ് പോകണം. നമ്മൾ വന്ന വഴി എപ്പോഴും ഒരു ഓർമ്മ നമുക്ക് വേണം. ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ ഓരോ അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ. അങ്ങനെ ഇനിയിപ്പം നാളെയും എല്ലായിടത്തും നല്ല തിരക്കായിരിക്കും. ഇന്ന് നല്ല വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ പോയൊരു ദിവസമാണ്. കൂടുതൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒന്നുമില്ലാതെ ഈ ദിവസവും കടന്നുപോയി. അങ്ങനെ നല്ല ചിന്തയുമായിട്ട് ഞാനിവിടെ വന്ന് ഇരുന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. കാരണം ഞാൻ വന്ന ഉടനെ തന്നെ ചില കൂട്ടുകാരുടെ വീഡിയോസൊക്കെ കാണും. ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഇട്ടിട്ടിപ്പം കുറച്ച് ദിവസമായി. മോൻ പറയുന്നത് മാറ്റി പിടിക്കണം, കുക്കിംഗ് എന്നും ഇപ്പം ചിക്കൻ കറി അല്ലെങ്കിൽ ഒരു ഫിഷ് കറി അല്ലെങ്കിൽ തോരൻ ഇങ്ങനെയൊക്കെ ഉള്ളത് മാത്രം കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കുക്കിംഗ് ചെയ്യണമെന്ന് കൊച്ച് പറഞ്ഞ്. അപ്പോൾ അതിൽ ഒരു കാര്യമുണ്ട്, സത്യമല്ലേ പറഞ്ഞത്. വെറൈറ്റി ഈസ് ദ സ്പൈസസ് ഓഫ് ലൈഫ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓരോ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കി കുക്കിംഗ് വീഡിയോ ഇട്ടെങ്കിലേ കാര്യമുള്ളൂ. അല്ലാതെ എന്നും ഒരു സാധനം തന്നെ ഉണ്ടാക്കിയാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? അത് കാരണമാണ് ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് കുക്കിംഗ് ഒന്നും ഇടാത്തത്. പിന്നെ ഞാൻ ഈ പലഹാരങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം കഴിക്കണമെന്ന് തോന്നിയാൽ ഒരെണ്ണം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പഴംപൊരി അല്ലേ ഒരു വട അല്ലെങ്കിൽ അത് ഉടനെ ഇവിടെ ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. കാരണം 1-2 അങ്ങനെ മതി. അത് പിന്നെ കൂടുതലിട്ട് ഉണ്ടാക്കിയിട്ട് എന്തോ കാര്യം. അത് കാരണം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ ഇനി അടുത്ത ഏതെങ്കിലും ഒരു വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഇടും, കുക്കിംഗ് വീഡിയോ. ഇപ്പോൾ ഞാൻ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇന്നലെ ഞാൻ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് അറിഞ്ഞില്ലേ, നെത്തോലി. ഇന്ന് ആ നെത്തോലി മാങ്ങയിട്ട് പറ്റിച്ച് നല്ല ഒരു കറിയാണത്. എനിക്ക് ഇഷ്ടമാണ് മാങ്ങയിട്ട് പറ്റിക്കുന്ന കറി. അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടം നോക്കിയാണ് മാത്രമല്ല വയ്ക്കുന്നത്. പിന്നെ തോരൻ, കാബേജ് തോരൻ കുറേ നാളായി, അതുകൊണ്ട് കാബേജ് തോരൻ. പിന്നെ മീൻകറി, നെത്തോലി, ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ്. ഒരുപാട് ഒന്നും ഇന്ന് ഉണ്ടാക്കിയില്ല. കാരണം അമ്പലത്തിലൊക്കെ സദ്യയും ഫുഡുമൊക്കെ ഉണ്ട്. അന്നേരം ആരെങ്കിലുമൊക്കെ അവിടെ പോയി ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചാൽ ഇതെല്ലാം പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. ഈ ഫ്രിഡ്ജിൽ വെക്കുന്നതൊന്നും എനിക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ല, നമുക്ക് അത്ര പിടിക്കത്തില്ല. അത് കാരണം ഈ എല്ലാം അപ്പോഴ് തന്നെ ഉണ്ടാക്കി അന്ന് തന്നെ അങ്ങ് ഉപയോഗിക്കുന്ന ശീലമാണ് ഉള്ളത്. അതാണ് നമ്മുടെ വയറിന് ഏറ്റവും നല്ലത്. ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇനി നാളത്തെ കാര്യമെന്ന് പറഞ്ഞാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടതാണ്. നാളെ ഇനി മീനൊന്നും കഴിക്കത്തില്ല. നാളെ നല്ല വ്രതമായിട്ടൊക്കെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം തീരുമാനിച്ചൊക്കെ വെച്ച്. രാവിലെ ആയതുകൊണ്ട് ചെറിയ മഴയുണ്ട്, എന്നാലും എനിക്ക് ഇടണം. എൻ്റെ ഓരോ കുഞ്ഞു ആഗ്രഹങ്ങളാണ്. നമ്മളൊക്കെ ഇനി എത്ര കാലം ജീവിക്കുമെന്നൊന്നും പറയാക്കത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്താണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങ് സാധിക്കണം. നമ്മൾ പറയുന്നത് മനസ്സിലാക്കാത്തതും നമ്മളെ പരിഗണിക്കാത്തവരും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാത്തവരും
ഒക്കെ ഇടയ്ക്ക് നിന്ന് കുറച്ച് നാളും കൂടെ ഒക്കെ ജീവിച്ചിട്ടങ്ങ് പോകണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഇന്നത്തെ ദിവസവും കടന്നുപോയി. പുതിയ ഒരു കാര്യവുമായിട്ട്, പുതിയ ഒരു വിശേഷവുമായിട്ട് നാളെ കാണാം കൂട്ടുകാരെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയാൻ സമയമായിട്ടില്ല, 8 മണി ആയതേ ഉള്ളൂ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്ന ഉടനെ തന്നെ കഴിച്ച്. അമ്പലത്തിലൊന്ന് പോകണമെന്നുണ്ടായിരുന്നു. ഇന്ന് നാടകമുണ്ട് അമ്പലത്തിൽ. നാടകം കണ്ടിട്ട് ഒരു കൊച്ചിലെ നാടകം കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ നാടകം ഇത്രയും നമ്മൾ മുതിർന്നിട്ട് ഒരു നാടകം പോലും കണ്ടിട്ടില്ല. നാടകം എനിക്കൊന്ന് കാണണമെന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായാലും പുത്രൻ പറയും ഞാൻ വരുന്നില്ലെന്ന്. പിന്നെ ഞാൻ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇവിടെ അങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ ഇട്ട് ആരെങ്കിലും വിളിച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് സ്പെൻഡ് ചെയ്യാൻ സമയം. എല്ലാ കൂട്ടുകാരുടെ അടുത്തും എനിക്ക് നല്ല സ്നേഹവും ഒക്കെയാണുള്ളത്. നമ്മൾ അവർ വിചാരിക്കുന്ന രീതിയിൽ നമ്മളെത്താത്തത് കൊണ്ട് പല ആളുകൾക്ക് നമ്മളോട് ഇഷ്ടക്കുറവൊക്കെ കാണും. അതിൽ കാര്യമില്ല. മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഉയരാൻ പറ്റാത്തപ്പം, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരും വരാത്തപ്പം പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഇരു വിഭാഗങ്ങളുടെ മനസ്സിൽ കാണും. അതിലൊന്നും കാര്യമില്ല. നമുക്ക് എന്താണോ നേരെന്നും നെറിയെന്നും തോന്നുന്നത് അതനുസരിച്ച് പെരുമാറി മുന്നോട്ട് പോവുക കൂട്ടുകാരെ. ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.